നമസ്കാരം. മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം. ഏറ്റവും ഒടുവിൽ വരുന്ന പ്രധാന റിപ്പോർട്ടുകൾ പ്രകാരം ഹിസ്ബുള്ളയ്ക്ക് പുതിയ തലവൻ വന്നിരിക്കുകയാണ്. സർ, തലയ്ക്കടിച്ചാലും വാലിൽ ജീവനിടുന്ന ഒരു കാഴ്ച. പുതിയ തലവൻ അതെ, അതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. പക്ഷെ ഇറാനുമായി ഒരു ഇഴയെടുപ്പമുള്ള ആളാണ് പുതിയ ഹിസ്ബുള്ള തലവനായി വന്നിരിക്കുന്നത്. ഇറാനിൽ കൊല്ലപ്പെട്ട ഖാസിം സുലൈമാനിയുടെ മകളെ വിവാഹം ചെയ്തിരിക്കുന്നത് ഇയാളുടെ മകനാണ്. അപ്പോൾ ഇറാന് കൂടുതൽ പ്രീതിയുള്ള ഒരു നേതാവിനെ അവരോധിക്കുക ഹിസ്ബുള്ളയുടെ ഒരു തന്ത്രമാണ്. കാരണം ഹിസ്ബുള്ളയുടെ ആകെയുള്ള ആശ്രയം ഇറാൻ തന്നെ. ഇനിയെങ്കിലും ഒന്ന് അടിക്കൂ എന്നുള്ള രീതിയിൽ ഒരു ഹിസ്ബുള്ളയുടെ ഒരു ആവശ്യപ്രകാരം പോലെ ഇറാനിൽ വളരെ വിചിത്രമായ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇറാനിലെ തീവ്ര ചിന്താഗതിക്കാർ തെരുവിൽ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുന്നു. ഇസ്രായേലിനെതിരെ ശക്തമായി പോരാടണമെന്നാണ് അവരുടെ ആവശ്യം. ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യണമെന്ന് ഇറാനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇറാൻ പരമാധികാരി ആയത്തുള്ള ഖമേനി ഇസ്രായേലിനെ വിരട്ടാൻ ശ്രമിക്കുന്നുവെങ്കിലും വാക്കുകളിൽ മാത്രമേ ഉള്ളൂ. മറ്റ് തലങ്ങളിലേക്ക് അവരുടെ പ്രതികരണങ്ങൾ കടക്കുന്നില്ല. സർ, പ്രധാനമായിട്ട് ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ പറയുന്നത് ഇറാൻ ഇസ്രായേലിന് നേരെ യുദ്ധപ്രഖ്യാപനം നടത്തി കെട്ടിയ ചുമന്ന കൊടി വേലടിച്ച് നരച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വേലടിച്ച് നരച്ച് വെള്ളക്കൊടിയായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ടായിരിക്കാം ഈ വാക്കുകളിൽ മാത്രം ഒതുങ്ങി കയറിയടിക്കാൻ ഇറാൻ ഒന്ന് ഭയക്കുന്നത്? ഇസ്രായേലിനെ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുന്നു. ഇറാനെ ഭയപ്പെടുത്തുന്ന വാക്കുകളിൽ മാത്രമല്ല, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ കുറെ സംഭവങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ ഇറാൻ ആണവശാസ്ത്രജ്ഞൻ ഫക്രിസാദെ കൊല്ലപ്പെടുന്നു. അതൊക്കെ വളരെ ആസൂത്രിതമായ ഉപഗ്രഹത്തിൽ നിന്ന് അയച്ച ചെറു മിസൈൽ തന്നെയാണ് ഫക്രിസാദെ കൊലപ്പെടുത്തിയത്. മെഷീൻ ഗൺ, പല കഥകൾ അക്കാലത്തുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഖാസിം സുലൈമാനിയുടെ വധം, അത് നമ്മെ കൂടുതൽ ആശങ്കയിലാഴ്ത്തി. മധ്യേഷ്യയിൽ വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമോ എന്ന്. പക്ഷേ ഇറാൻ ഭയപ്പെട്ടു മാറി. പിന്നീട് ഇറാന്റെ തന്ത്രപ്രധാനമായ ചില സ്ഥലങ്ങളിലേക്ക് ഹമാസുമായുള്ള ആക്രമണത്തിൽ ഇറാൻ ആയുധങ്ങൾ എത്തിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ ഇറാന് നേരെ ഇസ്രായേൽ നടത്തിയ ഒരു നിയന്ത്രിത ആക്രമണം, അതിന് പ്രത്യാക്രമണം നടത്തിയതാവട്ടെ അമേരിക്കയെ മുൻകൂട്ടി അറിയിച്ച് ഒരു തടി തപ്പാനുള്ള തന്ത്രങ്ങളായിരുന്നു ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇറാൻ ഭയപ്പെടുന്നത് മറ്റൊന്നുമല്ല, ഇറാന്റെ ഏതൊക്കെ തന്ത്രപ്രധാനമായ മേഖലകളിൽ മൊസാദിന്റെ ചാരന്മാർ ഇപ്പോഴുണ്ട് എന്നത് ഇറാനെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നു. ഇറാന്റെ ഏറ്റവും സുരക്ഷിത പ്രദേശം, സുരക്ഷിത താവളം ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ കയ്യിലിരിക്കുന്ന ഇടത്തിലായിരുന്നു നേരത്തെ ഇസ്മയിൽ ഖനിയെ അവർ താമസിപ്പിച്ചത്. പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ എത്തിയതായിരുന്നു ഇസ്മയിൽ ഖനിയ. പക്ഷേ ആദ്യം ഇറാൻ പ്രതികരിച്ചത് ദൂരെ നിന്നുള്ള മിസൈലേറ്റാണ് ആ കെട്ടിടം തകർന്നതെന്നും ഇസ്മയിൽ ഖനിയ കൊല്ലപ്പെട്ടതെന്നും. പക്ഷെ പിന്നീട് കൂടുതൽ വിശദീകരണങ്ങൾ അക്കാര്യത്തിൽ വന്നു. ആ മുറിയിൽ തന്നെ സ്ഥാപിച്ചിരുന്ന വലിയ ബോംബുകൾ പൊട്ടിത്തെറിച്ച സ്ഫോടനത്തിലാണ് ഇസ്മയിൽ ഖനിയ കൊല്ലപ്പെട്ടത് എന്ന് വന്നു. അന്ന് പറഞ്ഞതാണ് ഇറാൻ, ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും, ഈ ചോദ്യക്ക് ഉത്തരം നിങ്ങൾ നൽകി എന്നൊക്കെ പറഞ്ഞ് അന്ന് പറഞ്ഞതാണ്. അതിലെ ഭയപ്പെടുത്തുന്ന ഒന്ന് രണ്ട് വസ്തുതകൾ കൂടിയുണ്ട്. അന്ന് ഇസ്മയിൽ ഖനിയെ സ്വീകരിക്കാനും ഇസ്മയിൽ ഖനിക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യാനും നിയോഗിക്കപ്പെട്ട ജോലിക്കാർ പോലും മൊസാദിന്റെ ചാരന്മാരായിരുന്നു എന്നാണ് പിന്നീട് വാർത്തകൾ വന്നത്. അപ്പോൾ ഒരു പക്ഷേ ആയത്തുള്ള ഖമേനിയുടെ അടുക്കളയിൽ നിൽക്കുന്നവർ ഒരു മൊസാദിന്റെ ഏജന്റുമാരായാലും അതിശയിക്കാനൊന്നുമില്ല. ഇസ്രായേലിനെ ആക്രമിക്കാനായി അവിടുന്ന് വിമാനങ്ങൾ പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ഇറാന്റെ പല ഭാഗത്തും ഒരു പക്ഷേ ഇതുപോലെ സ്ഫോടനങ്ങൾ നടന്നാൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. പേജർ അറ്റാക്ക് വന്ന സമയത്തും അവർ ആദ്യം ഇറാൻ സൈന്യത്തോട് പറഞ്ഞിരുന്നു, നിങ്ങളുടെ കയ്യിലുള്ള പേജർ, അതായത് ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും മാറ്റാനാണ് ആവശ്യപ്പെട്ടത്. അത്ര ഭയമുണ്ട് ഇറാനും. ഇസ്രായേലിന്റെ നീക്കങ്ങൾ അങ്ങനെയാണ് മുൻപ് തൊട്ടേ. ഇപ്പോഴത്തെ ഏറ്റവും പുതിയത് ഹസൻ നസ്രുള്ളയുടെ വധവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ഇസ്രായേലിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത്. ഇസ്രായേലിന്റെ 3 ഡിഫൻസ് ഉദ്യോഗസ്ഥർ CNN-നോടും റോയിറ്റേഴ്സിനോടും ഒക്കെ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ പുറത്തു വരുന്നു. അവർ പറയുന്നത് മാസങ്ങൾക്ക് മുൻപേ ഹസൻ നസ്രുള്ളയെ വധിക്കാനുള്ള പദ്ധതി അവർ തയ്യാറാക്കിയിരുന്നു. പക്ഷെ മുഴുവൻ മന്ത്രിമാരുടെയും അംഗീകാരം അതിന് ലഭിച്ചില്ല. ഹിസ്ബുള്ള ആക്രമണങ്ങൾ കടുപ്പിച്ചതോടെയാണ് ഇസ്രായേൽ സംയുക്ത മന്ത്രിസഭയുടെ പരിപൂർണ അംഗീകാരം അതിന് നേടിയെടുക്കാൻ കഴിഞ്ഞത്. മറ്റേതെങ്കിലും രാജ്യങ്ങളിലാണെങ്കിൽ ഇത്തരം വിഷയങ്ങൾ മന്ത്രിമാർക്കിടയിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ അത് ലീക്കായി പുറത്തേക്ക് ശത്രു രാജ്യത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇസ്രായേൽ ഒരു ഉരുക്കു കോട്ടയാണ്. അതാണ് നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഞങ്ങളുടേതൊരു ചിലന്തി വലയല്ല. ചിലന്തി വലയെന്ന് പറഞ്ഞ് നേരത്തെ ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രുള്ള പരിഹസിക്കുന്നതായിരുന്നു ഇസ്രായേലിനെ. ഞങ്ങളുടെ ചിലന്തി വലയല്ല, മറിച്ച് ഒരു ഇരുമ്പ് കൂടാരമാണ്, നിങ്ങൾക്ക് കടന്നു കയറാൻ കഴിയില്ല എന്ന് നെതന്യാഹു പറയുന്ന അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. തുടക്കം മുതൽ ഹിസ്ബുള്ള എത്രയോ റോക്കറ്റുകൾ പായിക്കുകയാണ്. പക്ഷെ ഒരെണ്ണം പോലും
ഇസ്രായേൽ മണ്ണിലേക്ക് വീഴുന്നില്ല. ഇസ്രായേൽ മണ്ണിൽ വീഴുന്നത് പോലും തകർക്കപ്പെട്ട മിസൈലുകളുടെ ഭാഗങ്ങളാണ്. കഴിഞ്ഞ ദിവസം അതിന്റെ ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് കണ്ടു. ഹൂതികൾ പോലും ഇപ്പോൾ ഏകദേശം നിസ്സംഗരായി നോക്കി നിൽക്കുകയാണ് ഹിസ്ബുള്ളയെ ഇങ്ങനെ പച്ചയ്ക്ക് തകർക്കുന്നത്. കഴിഞ്ഞ ദിവസം നെതന്യാഹുവിന്റെ വിമാനം കേന്ദ്രീകരിച്ച് ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്റെ സ്ഥിരീകരണം വന്നിട്ടില്ല. അല്ല, ആ വിമാനത്തിന്, നെതന്യാഹു സഞ്ചരിക്കുന്ന വിമാനത്തിനേറെ പ്രത്യേകതകളുണ്ട്. കാരണം അത് ലോകത്തിൽ ഏറ്റവും ശക്തമായ സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വിമാനം എന്നാണ് പറയപ്പെടുന്നത്. ആ വിമാനത്തെ ഒരു മിസൈലുകളും സമീപിക്കത്തില്ല. കാരണം അതിന്റെ റഡാർ സംവിധാനങ്ങൾ അത്തരത്തിലാണ്. മിസൈലുകൾ ആ വിമാനത്തെ തൊടുന്നതിന് മുമ്പ് തന്നെ മിസൈലുകൾ തകർക്കപ്പെടും. ശത്രു മിസൈലുകൾ എവിടുന്നെങ്കിലും ആ വിമാനം ലക്ഷ്യമാക്കുന്നുവെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അമേരിക്കൻ A1 എയർഫോഴ്സിനേക്കാളൊക്കെ ശക്തമായ സാങ്കേതിക സംവിധാനങ്ങളുണ്ട് ഇസ്രായേലിന്റെ വിമാനത്തിൽ. ജൂതന്റെ ബുദ്ധി പിന്നെ അപാരമാണല്ലോ. പിന്നെ അതിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാനായിട്ടൊന്നും ഇല്ല. യുദ്ധത്തിന്റെ തലങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും പുതിയ ചില സംഭവ വികാസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കരയുദ്ധത്തിനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ തുടങ്ങിക്കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ സേനയിലെ പ്രത്യേക കമാൻഡോ വിഭാഗം ഇപ്പോൾ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക്, തെക്കൻ ലെബനൻ മണ്ണിലേക്ക് അവർ കടന്നു കയറി ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ റെയ്ഡുകൾ ചെയ്യുകയാണ്. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആദ്യം വ്യോമാക്രമണത്തിലൂടെ അവർ തകർക്കുന്നു. അതിനുശേഷം റെയ്ഡുകൾ നടത്തി ആ കേന്ദ്രങ്ങൾ ഇനി പ്രവർത്തിക്കില്ല, അത് നിർവീര്യമായി എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രക്രിയയാണ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പരിമിതമായ തോതിൽ കമാൻഡോ ഓപ്പറേഷനുകളാണ് ആദ്യഘട്ടത്തിൽ തുടങ്ങിയിരിക്കുന്നത്. ഒരു സമ്പൂർണ്ണ കരയുദ്ധത്തിലേക്ക് ഇസ്രായേൽ ഇതുവരെ കടന്നിട്ടില്ല. അത്തരത്തിലുള്ള വാർത്തകൾ തെറ്റാണ്. പക്ഷെ കമാൻഡോ ഓപ്പറേഷനുകൾ തുടങ്ങി. ഇസ്രായേൽ കമാൻഡോ ഓപ്പറേഷനുകളുടെ മറ്റൊരു കഥയും ഇന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കൻ മാധ്യമങ്ങളാണ് ഇപ്പോൾ. ന്യൂയോർക്ക് ടൈംസ് ആണ് വിവരം വിശദമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹസൻ നസ്രുള്ളയെ വധിക്കാൻ വർഷങ്ങൾക്ക് മുൻപേ തയ്യാറാക്കിയ ഒരു പദ്ധതിയെക്കുറിച്ചാണ് ആ റിപ്പോർട്ട്. ഇസ്രായേൽ മൊസാദിന്റെ നിയന്ത്രണത്തിൽ കുറേയേറെ കമാൻഡോ സംഘത്തെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് തന്നെ അയച്ചിരുന്നു. അവർ ഹിസ്ബുള്ള പ്രവർത്തകരായി അവിടെ കൂടി. അതിനുശേഷം ഹസൻ നസ്രുള്ളയുടെ ടീമിൽ അവർ കടന്നു കയറിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഹസൻ നസ്രുള്ളയെ വധിക്കുന്ന ആക്രമണത്തിന് തൊട്ടു മുൻപ് ഇവർ ആ പ്രദേശത്ത് നിന്ന് മാറി. പക്ഷെ നസ്രുള്ളയുടെ എല്ലാ നീക്കങ്ങളും കൃത്യമായി ഇസ്രായേലിന് പകർത്തി കൊടുത്തുകൊണ്ടിരുന്നത് അവരായിരുന്നു, ആ ചാരന്മാരായിരുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് സൂചിപ്പിക്കുന്നത്. കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രഹസ്യാന്വേഷണ സംവിധാനമായി. സാധാരണഗതിയിൽ രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ ഇത്തരം രഹസ്യ വിവര ശേഖരണമാണ് നടത്തുന്നത്. പക്ഷെ മൊസാദിന്റെ പ്രവർത്തനം 4 തലങ്ങളിലാണ്. ഒന്ന്, മറ്റു രാജ്യങ്ങളിലെ രഹസ്യ വിവര ശേഖരണം. 2, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത തങ്ങളുടെ ശത്രുക്കൾക്ക് നേരെയുള്ള ആക്രമണ പദ്ധതികൾ തയ്യാറാക്കുക, തങ്ങളുടെ ശത്രുക്കളെ കൊല്ലുക. അതാണ് ഏറ്റവും മൊസാദിൽ അർപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ശത്രുക്കളെ ഇങ്ങനെ കൃത്യമായി വർഷങ്ങളെടുത്ത് കൃത്യമായി അടിക്കുന്നു. അതെ, വർഷങ്ങളുടെ ഇടവേളകളിലായിരിക്കാം അവർ ഇത്തരം ഓപ്പറേഷനുകൾ നടത്തുന്നത്. പക്ഷെ കൃത്യമായ പ്ലാനിങ്, എക്സിക്യൂഷൻ. ഇതുവരെ മൊസാദിന്റെ ഒരു ഏജന്റ് മറ്റൊരു ശത്രു രാജ്യത്തിന്റെ കയ്യിൽ അകപ്പെടാതിരിക്കാനുള്ള സർവ്വതന്ത്രങ്ങളും അവർ പയറ്റുന്നുണ്ട്. മുൻപ് ചില പ്രത്യേക അവസരങ്ങളിൽ തങ്ങളുടെ ഏജന്റുമാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇറാൻ തന്നെ ഒരിക്കൽ ഒരു മൊസാദ് ഏജന്റിനെ തടവിലാക്കുകയും പിന്നീട് കൊലപ്പെടുത്തുകയും ഒക്കെ. അതാണ് ഇറാനെ ശത്രുവായി പ്രഖ്യാപിക്കാനുള്ള ഒരൊറ്റ കാരണം. ഒരു മൊസാദ് ഏജന്റിനെ കൊലപ്പെടുത്തിയതാണ് ഇറാൻ വർഷങ്ങൾക്ക് മുൻപ്. ഈ ഇടയ്ക്ക് തന്നെ മൊസാദിന്റെ ഈ സാമ്പത്തിക ഇടപാട് നടത്തുന്ന വ്യക്തിയെ ഇറാൻ കൈക്കലാക്കുന്നത് നമ്മുടെ മലയാളിയായിരുന്നു. നമുക്ക് വ്യക്തതയില്ല, പക്ഷെ അയാളെ ഇപ്പോൾ കാണാനില്ല. അതാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതാണ്, ഇസ്രായേലിന്റെ കയ്യിലാണോ, അമേരിക്കയുടെ കയ്യിലാണോ, മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ കയ്യിലാണോ, ഇനി അയാൾ തന്നെ പാതാളത്തിൽ ആകാശത്ത്, ഒരു വിവരമില്ല. അതാണ് മൊസാദ്. ആരും അന്വേഷിക്കുന്നുമില്ല, ആർക്കും അന്വേഷിക്കാൻ കഴിയില്ല. അതാണ് മൊസാദിന്റെ ഓപ്പറേഷൻ. ഈ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് കടന്നു. നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇറാന്റെ ശക്തി സ്രോതസ് മധ്യേഷ്യയില്, സിറിയയിലും ഇറാഖിലും ലെബനനിലുമായി പരന്നു കിടക്കുന്ന ഈ തീവ്രവാദ സംഘടനകളാണ്. അതിൽ യമനിലെ ഹൂതികളുമുണ്ട്. 4 രാജ്യങ്ങളിൽ ഇത്തരം തീവ്രവാദ സംഘടനകളെ ഉപയോഗപ്പെടുത്തി ശത്രുക്കളെ ആക്രമിക്കുകയാണ് ഇറാന്റെ ഒരു ലക്ഷ്യം. ഇറാൻ സ്വയം ആക്രമണത്തിന് ഇറങ്ങുന്നതിന് പകരം ഇത്തരം തീവ്രവാദ സംഘടനകളെ ഉപയോഗിക്കുന്നു. ഈ തീവ്രവാദ സംഘടനകൾക്ക് വേണ്ട പരിശീലനം നൽകുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡ് സേനയിലെ കമാൻഡർമാരാണ്. അതിലെ മുഖ്യൊരു മേധാവിയാണ് ഈ കഴിഞ്ഞ ദിവസം ഹസൻ നസ്രുള്ളയെ ആക്രമിച്ചപ്പോൾ കൊല്ലപ്പെട്ടത്. ഹസൻ നസ്രുള്ളയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു കമാൻഡറെയാണ് ഇറാന് നഷ്ടമായത്.
ഇത്രയധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടും ഇറാനു നേർക്ക് പലവട്ടം ഇസ്രായേൽ കടന്നാക്രമണങ്ങൾ നടത്തിയിട്ടും നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്ന ഒരു ഇറാൻ എന്ന രാജ്യം തങ്ങൾ ശക്തിയുറ്റതാണ്, ആണവ ശക്തിയുണ്ട് എന്നൊക്കെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പ്രസംഗിച്ചിരുന്ന ഇറാന്റെ ഒരു നിസ്സംഗത, അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ബലൂൺ കാറ്റ് പോയാലൊക്കെ ഇറാൻ ഇങ്ങനെ ആകെ മിഴിച്ചു നിൽക്കുന്ന അവസ്ഥ. എന്ത് ചെയ്യണം അറിയില്ല, എവിടെന്നാണ് മരണം വരുന്നതെന്ന് പറയാൻ പറ്റും. പക്ഷെ ഇറാൻ ഈ പ്രശ്നത്തിൽ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ ഒരു പക്ഷെ പിളർന്നാലും അതിശയിക്കപ്പെടേണ്ടതില്ല എന്നാണ് ചില മാധ്യമങ്ങൾ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. കാരണം ഇറാനിലെ തീവ്ര ചിന്താഗതിക്കാൾ പരസ്യമായി പ്രതിഷേധത്തിനിറങ്ങി. പ്രസിഡന്റ് ഒരു സമവായത്തിന്റെ ആളാണ്. ആയത്തുള്ള ഖമൈനി ആക്രമിക്കാനൊക്കെ ആഹ്വാനം നൽകുന്നുണ്ടെങ്കിലും അതൊന്നും ആരും ചെവിക്കൊള്ളുന്നില്ല. ഇറാന്റെ ഔദ്യോഗിക സേന തീർത്തും ദുർബലമാണ്. റെവല്യൂഷണറി ഗാർഡ് മുൻപേ ഭയപ്പെട്ടു പോയി. കാരണം ഖാസിം സുലൈമാനിയുടെ വധം അക്ഷരാർത്ഥത്തിൽ അവരെ നടുക്കി കളഞ്ഞു. ഇസ്രായേലിന്റെ മൊസാദിന്റെ IDF-ന്റെ ഓപ്പറേഷൻ, ഒപ്പം ഷിൻബെറ്റിന്റെ നീക്കങ്ങൾ. ഷിൻബെറ്റ് ഇപ്പോൾ യുദ്ധതന്ത്രങ്ങൾ മെനയുന്ന ഒരു ഏജൻസിയായി മാറിയിരിക്കുകയാണ്. നമ്മൾ അവരെ ആക്രമണത്തിന് തെരഞ്ഞെടുത്ത സമയം ഒരിക്കൽ കൂടി ഒന്ന് പരിശോധിച്ചാൽ പോലും UN പൊതുസഭയെ അഭിസംബോധന ചെയ്യാൻ നെതന്യാഹു പോകുന്നു. തിരികെ അമേരിക്കയിൽ നിന്ന് നെതന്യാഹു തിരിച്ച് ഇസ്രയേലിൽ വന്നിറങ്ങുന്നു. അതിനിടയിൽ എത്ര ശക്തമായ നീക്കങ്ങൾ. തിരിച്ചിറങ്ങിയ നെതന്യാഹു പറഞ്ഞതുപോലെ ചരിത്രം മറ്റൊരു വഴിത്തിരിവിലേക്ക് മാറിയ സംഭവമാണ് ഹസൻ നസറുള്ളയുടെ വധം. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇനി ഹസൻ നസറുള്ളയ്ക്ക് ശേഷമുള്ള ഹിസ്ബുള്ളയെ കുറിച്ചാണ് ലോകം ചിന്തിക്കുന്നത്. ഒരു പക്ഷേ ഒരു ഗറില്ല തീവ്രവാദ സംഘടനയായി നിലനിൽക്കാനുള്ള സാധ്യതകളൊക്കെ കൽപ്പിക്കുന്നവരുണ്ട്. എങ്കിലും എന്താവും ഇനി ഹിസ്ബുള്ളയ്ക്ക് സംഭവിക്കുക എന്ന് കൃത്യമായി ഇപ്പോൾ പറയുക വയ്യ. ഹസൻ നസറുള്ളയെ പോലെ ഒരു തലവനെ ഹിസ്ബുള്ളയ്ക്ക് കിട്ടുക അത്ര എളുപ്പമല്ല. ഒരു പക്ഷെ ഒരു തീവ്രവാദ ഗ്രൂപ്പിനെ നയിക്കാൻ മറ്റൊരു മേധാവി വരുന്നത് പോലെ ചെറിയ ലക്ഷ്യങ്ങളോടെ വരുന്നവരുണ്ടാവുക. അവരെയൊക്കെ ഇസ്രായേൽ വധിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇപ്പോ ഏറ്റവും ഒടുവിലായി വന്ന തലവനെ വധിച്ചു എന്ന വാർത്ത പലയിടത്തും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ സ്ഥിരീകരണം വന്നിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം സാർ, ഇറാനകത്ത് തന്നെ ഈ മനുഷ്യന്മാർക്കിടയിൽ, അവിടെയുള്ള സിറ്റിസൺസിനിടയിൽ ഉണ്ടാകുന്ന ആ പ്രശ്നം അത് വല്ലാതെ ഇറാനെ ബാധിക്കുകയില്ല. അല്ല, ഇതിലൂടെ നമ്മൾ ചിന്തിച്ചാല് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ തലവനായി വന്നിരിക്കുന്ന ഹാഷിം സഫുദ്ദീൻ എന്നയാളാണ്. ഇപ്പോൾ ഇയാൾ നേരത്തെ ഹസൻ നസറുള്ളയുമായി അടുത്ത് പ്രവർത്തിച്ച ആളാണ്. ഹസൻ നസറുള്ളയുടെ ഉറ്റ ബന്ധുവാണ്. അമേരിക്ക ഭീകര പട്ടികയിൽപ്പെടുത്തിയ ഒരാൾ നേരത്തെ ഇയാൾ ഖാസിം സുലൈമാനിയുടെ മകൾ ഇയാളുടെ മകനെ വിവാഹം ചെയ്തിരിക്കുകയും ചെയ്യുന്ന അത്തരത്തിൽ പല ബന്ധങ്ങൾ. അപ്പൊ ഹസൻ നസറുള്ളയുമായുള്ള രക്തബന്ധം, അതിലപ്പുറം ഇറാനുമായുള്ള പൊക്കിൾക്കൊടി ബന്ധം. ചുരുക്കത്തിൽ ഇസ്രായേൽ ഇനി ടാർഗറ്റ് ചെയ്യുന്നത് പുതിയ മേധാവി തന്നെയായിരിക്കും. അല്ലെങ്കിൽ യഹ്യ സിൻവറിനെ പോലെ ഏതെങ്കിലും ഒരു പാതാളത്തിൽ ഒളിച്ചിരിക്കേണ്ടി വരും. എത്ര പാതാളത്തിൽ ഒളിച്ചിരുന്നാലും തങ്ങൾ തുരങ്കങ്ങൾ തീർത്ത് ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് അവരെ ഭസ്മമാക്കും എന്ന് തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. കഴിഞ്ഞ ദിവസം മരണം അത് തന്നെയാണ് കാണിക്കുന്നത്. എന്തായാലും മധ്യേഷ്യയിലെ കൂടുതൽ കലുഷിതമായ ഒരു യുദ്ധത്തിനുള്ള സാധ്യതകൾ ചിലർ കൽപ്പിക്കുന്നുവെങ്കിലും അതിനുള്ള സാധ്യതയില്ല. കാരണം അതീവ കരുത്തരായ ഇസ്രായേലിനെയാണ് ലോകം കാണുന്നത്. അവർക്ക് ഇറാനൊന്നും ഈ ഘട്ടത്തിൽ ഒരു പ്രശ്നമല്ല. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു തലമുണ്ട്. ഒരു കാരണവശാലും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്ന അമേരിക്ക തന്നെയാവും. ഏതെങ്കിലും വിധത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ ഒരു നീക്കം നടത്തിയാൽ അമേരിക്ക മുന്നോട്ട് വരും, ഇറാനെതിരെ ആക്രമണം നടത്തും. ആ ഇറാന് പിന്തുണ നൽകാൻ ഇന്നത്തെ സ്ഥിതിയിൽ റഷ്യക്ക് ശേഷിയില്ല. ചൈന തീർത്തും ദുർബലമായി നിൽക്കുന്നു സൈനിക തലത്തിൽ. ലോക ക്രമം നമ്മളൊന്ന് നോക്കിയാൽ യൂറോപ്യൻ യൂണിയൻ ഏറെക്കുറെ ഇസ്രായേലിന് പിന്തുണ നൽകിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അവർ യുദ്ധവിരാമം അല്ലെങ്കിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്നുവെങ്കിലും അവരുടെയൊക്കെ ഉള്ളിൽ തീവ്രവാദം മുളയിലെ പൂർണ്ണമായി നുള്ളിക്കളയണമെന്നുള്ള ആഗ്രഹമുള്ളവരാണ്. UK പോലും, ബ്രിട്ടൻ ഒരു ഘട്ടത്തിൽ ശക്തമായ പിന്തുണയുമായി പാഞ്ഞെത്തിയിരുന്നു ഇസ്രായേലിലേക്ക്. ഇപ്പോൾ അവർ മാറി നിന്ന് കളി കാണുകയാണ്. എങ്കിലും ഇറാൻ രംഗത്തെത്തിയാൽ ഇവരൊക്കെ വരും, കൂടുതൽ ശക്തമായ പോരാട്ടത്തിലേക്ക് കടക്കും. ഇപ്പോൾ സമാനതകളില്ലാത്ത രീതിയിൽ കഴിഞ്ഞ 48 മണിക്കൂറുകൾ പിന്നിടുകയാണ്. തെക്കൻ ലെബനിൽ ബോംബ് മഴ തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ വർഷിക്കുന്നത്. ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇനി ഹിസ്ബുള്ള തല പൊക്കരുത്. അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. പുതിയ തലവന്റെ തലയിൽ നിന്ന് എങ്ങനെയെങ്കിലും അടിച്ചമർത്തുക, പട്ടി അടിച്ചു വീഴ്ത്തുക. ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും ഈ ഇസ്രായേലിന്റെ ഈ അത്രയും ഭയാനകമായ മാരകമായിട്ടുള്ള ഈ ഒരു നടപടിയിലൊക്കെ തന്നെ പകച്ചു നിൽക്കുന്ന ഇറാനെയാണ് ഈ ഘട്ടത്തിലും കാണാൻ സാധിക്കുന്നത്. ഇറാൻ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു തിരിച്ചടി നടത്തുമോ എന്ന ചോദ്യം മാത്രം നമ്മൾ പറഞ്ഞു ഒതുക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് ഇറാൻ. ഒരുപക്ഷെ ഇനി ജീവിതകാലം മുഴുവനും അത്തരം
പാളത്തിൽ ഒളിക്കേണ്ട അവസ്ഥ ഇറാന് വരുമോ എന്നും കണ്ടറിയേണ്ടതുണ്ടല്ലേ സർ? ഖമേനിക്ക് തന്റെ ഒരു ഇമേജ് കാത്തു സൂക്ഷിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും 2 മിസൈലെങ്കിലും പായിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കാത്തിരുന്ന് കാണാം. തീർച്ചയായും. വളരെ നന്ദി. നമസ്കാരം.